കിരൺ നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പുതിയ മലയാളം സിനിമയായിട്ടുള്ള റിവോൾവർ റിംഗോ എന്ന പടം തുടങ്ങുന്നത് കോഴിക്കോട് നഗരത്തിന്റെ സംഗീത പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടാണ്. പിന്നീട് മാപ്പിളപ്പാട്ടുകൾ വലിയ തരംഗം സൃഷ്ടിച്ച പുതിയ കാലഘട്ടത്തിലേക്കും വീഡിയോ ചിത്രീകരിക്കുന്നത് കൂടുതൽ ജനകീയമായപ്പോൾ വന്ന ഹോം സിനിമാ സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ പടം തുടക്കത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ സിനിമയുടെ സെൻട്രൽ തീമായിട്ടുള്ള ഇൻഡി സൂപ്പർ ഹീറോ സിനിമ എന്ന ആശയത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ തുടക്കത്തിൽ കൊടുത്ത ബിൽഡപ്പ് ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നൊരവസ്ഥയാകും. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന പരിപാടിയിലൂടെ ഒരു ഫീൽ ഗുഡ് പടമാവാൻ ആഗ്രഹിക്കുന്ന ഈ സിനിമ പക്ഷെ തുടങ്ങി കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ ആശയദാരിദ്ര്യം അനുഭവിക്കുകയാണ്. ഒരു കോമഡി എന്റർടൈനർ ആകാൻ വേണ്ടി സ്ഥിരം വിഷ്ണു ഉണ്ണികൃഷ്ണൻ സിനിമകളുടെ തട്ടിക്കൂട്ട് തമാശ സ്വഭാവത്തിലേക്ക് പടം വളരെ പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട്. ഹോം സിനിമകളും ആൽബങ്ങളും ഒക്കെ ഡയറക്റ്റ് ചെയ്ത് നടക്കുന്ന, ഭാവിയിൽ സിനിമ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ജിത്തു ജോസഫിനെ വരെ ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്ന പ്രിയേഷ് എന്ന ചെറുപ്പക്കാരനാണ് നമ്മുടെ ഹീറോ. ഒരു ഘട്ടത്തിൽ പ്രിയേഷിന്റെ മരുമകനായിട്ടുള്ള പുളി, ഇരട്ടപ്പേരാണ്, പ്രിയേഷിനോട് മിന്നൽ മുരളി പോലെ ഒരു സിനിമ ചെറിയ ബജറ്റിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വരും. ഈ അടുത്ത് ഒരു ട്രാജഡിയിലൂടെ കടന്നുപോയ പുളിയുടെ ക്ലോസ് ഫ്രണ്ടിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ ആഗ്രഹം മാമനോട് പറയുന്നത്. കേട്ടാൽ അപ്രായോഗികമായിട്ടുള്ള ഈ ഒരു ഐഡിയ പ്രിയേഷും അയാളുടെ സുഹൃത്തുക്കളും ഈ കുട്ടികളും എല്ലാവരും കൂടെ ചേർന്ന് എങ്ങനെ സാധിച്ചെടുക്കുന്നു എന്നതാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഈ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നപ്പോൾ മലയാളത്തിൽ ഒരു സൂപ്പർ ഹീറോ സിനിമ കൂടി വരുന്നു എന്ന രീതിയിലായിരുന്നു മാർക്കറ്റിംഗ്. ട്രെയിലർ വന്നപ്പോൾ മനസ്സിലായി ചെറിയ ബജറ്റിൽ ഒരു സൂപ്പർ ഹീറോ സിനിമ ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ഈ സിനിമ എന്ന്. എന്നാൽ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, സിനിമ ഉണ്ടാക്കലെന്ന സംഗതി ഈ പടത്തിൽ താരതമ്യേന കുറവും, ബാക്കി ഭാഗത്ത് സ്കിറ്റ് തമാശകൾ നിറച്ചു വെച്ച് പൊള്ളയായ സ്ക്രിപ്റ്റിനെ ഇവർ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ നോക്കുകയാണ് എന്ന്. പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ലാത്ത കഥാപാത്രങ്ങളെയും സബ് പ്ലോട്ടുകളെയും ഈ സിനിമ ചുമ്മാ അങ്ങ് സൃഷ്ടിക്കുകയാണ്. ഈ പടത്തിൽ ഒരു ബാഡ്മിന്റൺ കോർട്ടിൽ ഷട്ടിൽ കോക്ക് മിസ്സാകുന്ന ഒരു സീനുണ്ട്. അതുപോലെ നായകൻ സിനിമ എടുക്കാൻ സൂക്ഷിച്ചു വെച്ച പൈസ കളവ് പോയി എന്ന് പേടിക്കുന്ന ഒരു സീനുമുണ്ട്. ഇതൊന്നും കഥാഗതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ കിടക്കുന്ന സീനുകളാണ്. അതൊന്നും വെട്ടിക്കളയാൻ സിനിമയുടെ എഡിറ്റർക്ക് എന്തുകൊണ്ട് തോന്നിയില്ല എന്നാണ് പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത്. ലെന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു വിശേഷപ്പെട്ട ബിരിയാണി കിസ്സ എന്ന സിനിമ 2017 സംവിധാനം ചെയ്ത കിരൺ നാരായണന് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ചെറിയ ബജറ്റിൽ സിനിമ ഉണ്ടാക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ കാണിക്കുക എന്നൊരു ബേസിക് ഐഡിയ കയ്യിലുണ്ട്. ഒരു സിനിമ സെറ്റിലും അത് കഴിഞ്ഞിട്ടും ഒക്കെ ഒരു സിനിമയുടെ മേക്കിങ്ങിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് സാധാരണ പ്രേക്ഷകന് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സുവർണാവസരമായിരുന്നു ഒരർത്ഥത്തിൽ ഈ സിനിമ. പക്ഷേ ഫിലിം മേക്കിങ്ങിന്റെ ഉള്ളിലെ പ്രോസസ്സുകളിലേക്ക് പോകുന്നതിന് പകരം കണ്ടുമടുത്തിട്ടുള്ള തമാശകളും സെന്റിമെന്റ്സും കാണിച്ച് എങ്ങനെയെങ്കിലും 2 മണിക്കൂർ തികയ്ക്കാനാണ് തിരക്കഥ ശ്രമിക്കുന്നത്. നായകന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാണിക്കാൻ വേണ്ടി എഴുതി ചേർത്തിട്ടുള്ള ട്രാക്കുകൾക്ക് നമ്മളിൽ ഒരു വികാരവും സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. എന്തിനോ വേണ്ടി തിളക്കുകയാണ് എന്ന് തുടക്കത്തിൽ തന്നെ മനസ്സിലാകുന്ന രീതിയിൽ ഒരു ലവ് ട്രാക്ക് പടത്തിലുണ്ട്. ലാലു അലക്സിനെ ഒരു പൊങ്ങച്ചക്കാരൻ അമ്മാവനാക്കി കാസ്റ്റ് ചെയ്തുകൊണ്ട് കുറെ ഓടിത്തേഞ്ഞ തമാശകൾ ആ വകുപ്പിലും കുത്തിക്കയറ്റിയിട്ടുണ്ട്. ഈ പടത്തിൽ കാണിക്കുന്ന പല സബ് പ്ലോട്ടുകളും വളരെ അനായാസമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് പോലെയുള്ള ആശയങ്ങളാണ്. ഐഡിയകളില്ലാത്ത ഒരു ഡ്രൈ സ്ക്രിപ്റ്റ് കണ്ടിരുന്ന് തീർക്കുന്ന ഒരു പ്രതീതിയാണ് ഈ പടം കാണുമ്പോൾ ലഭിക്കുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ സ്ഥിരം ചെയ്യുന്ന മാനറിസങ്ങളും കാര്യങ്ങളും ഉള്ള മറ്റൊരു കഥാപാത്രം മാത്രമാണ് ഇതിലെ പ്രിയേഷ്. ആകപ്പാട് ഒരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരത്തിലെ കോഴിക്കോടൻ ശൈലി ചില സ്ഥലത്തൊക്കെ വിഷ്ണു പരീക്ഷിക്കുന്നുണ്ട്. ഇതിന് പൂർണ്ണമായിട്ടും വിഷ്ണുവിനെ കുറ്റം പറയാനും പറ്റില്ല. കഥാപാത്രത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ അഭിനേതാവിനെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഈ പടത്തിനുള്ളത്. ശ്രീപതാണ് പുളി എന്ന ഇതിലെ മരുമകൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ബിനു തൃക്കാക്കര, വിജിലേഷ് മുതലായവർ കരിയറിൽ ഭൂരിഭാഗവും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുടെ അതേ ശൈലിയിൽ തന്നെ ഈ പടത്തിലെ അവരുടെ ക്യാരക്ടറുകളെയും അവതരിപ്പിച്ചിട്ടുണ്ട്. ലാലു അലക്സ് ഈ അടുത്തായിട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കോംബോ പാക്കേജ് ആയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്ത കഥാഗതിയിൽ കുറച്ച് അവിഞ്ഞ കോമഡികൾ മാത്രം സംഭാവന ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെയാണ് പുള്ളി ഈ പടത്തിൽ ചെയ്തിട്ടുള്ളത്. അഞ്ജലി നായർ, മെറീന മൈക്കിൾ, സാജു നവോദിയ, ഷൈനി സാറ മുതലായവരും ഈ പടത്തിന്റെ താരനിരയിലുണ്ട്. റിവോൾവർ റിംഗോ എന്ന ഈ സിനിമയുടെ ബേസിക് തോട്ട് ഒരു പക്ഷേ വളരെ സത്യസന്ധമായ ഒരു സ്പേസിൽ നിന്ന് വന്നതായിരിക്കും. പക്ഷേ ഇതിന്റെ തിരക്കഥ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് വളരെ ഉഴപ്പം മട്ടിലാണ്. എപ്പോഴും കിടന്നുറങ്ങുന്ന ഒരു മുത്തച്ഛനും, നായകൻ പണം കടം വാങ്ങിയതിന് നായകന്റെ പെങ്ങളെ ഫോണിൽ വിളിച്ച് അധിക്ഷേപിക്കുന്ന ഒരു പലിശക്കാരനും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബോംബെയിൽ നിന്ന് വന്ന് നായകനെ ഞെട്ടിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ചെക്കന്റെ അച്ഛനും ഒക്കെ ഈ പടത്തിലുള്ള ക്യാരക്ടറുകളാണ്. പ്രത്യേകിച്ചൊരു ഗുണവുമില്ലാതെ സിനിമ എങ്ങനെയെങ്കിലും 2 മണിക്കൂർ എത്തിക്കാനുള്ള സീനുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ. ചെറിയ ബജറ്റിൽ സിനിമ ഉണ്ടാക്കുന്നവരുടെ കഷ്ടപ്പാടുകൾ കാണിക്കുക എന്ന വൺ ലൈൻ ഐഡിയ എടുത്ത് ക്രിയേറ്റിവിറ്റി കാര്യമായി ഉപയോഗിക്കാതെ വലിച്ചു നീട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ സിനിമ അച്ഛൻ മകൻ ബന്ധവും അതിലെ സെന്റിമെന്റ്സും ഒക്കെ വിമർശനം കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു ഷീൽഡ് പോലെ ഉപയോഗിക്കുന്ന, പുതുമയ്ക്ക് വേണ്ടി ഒട്ടും ശ്രമിക്കാത്ത ഒരു സിനിമയാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്